എന്നാലും എൻ്റെ ജാനിയെ, നീ സമ്മതിച്ചാലും അങ്ങേരിതിന് സമ്മതിക്കൂല എന്നാ ഞാൻ വിചാരിച്ചേ. എൻ്റെ ചിന്തകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ആദി സാർ ഗോൾ അടിച്ചല്ലോ. മൂവരും ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച ആയതിനാൽ തന്നെ ഫസ്റ്റ് ക്ലാസ് ആദിയുടേതാണ്. ആദി സാർ ഇന്നെന്നെ കണ്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എന്നെ ചിരിച്ചു കാണിക്കുമോ, അതോ അടുത്തേക്ക് വന്ന് സംസാരിക്കുമോ? ഹേയ്, അതിന് വേറെ വല്ലവരുമായിരിക്കണം. അങ്ങേര് മിക്കവാറും എന്നെ കൊച്ചിയിൽ വെച്ച് കണ്ട പരിചയം പോലും കാണിക്കൂലായിരിക്കും. ജാനിയുടെ മനസ്സ് പലതും ചിന്തിച്ചു കൂട്ടി. ഡി ജാനി, നീ ഇതേതു ലോകത്താ? ഞങ്ങൾ പറഞ്ഞത് വല്ലതും നീ കേട്ടോ? വിച്ചു അവളുടെ തലയ്ക്കൊന്ന് കൊട്ടി കപട ദേഷ്യത്തോടെ ചോദിച്ചു. ജാനി അവനെ നന്നായൊന്ന് ഇളിച്ചു കാട്ടി. എന്തുവാടി, നിന്റെ ആദിസാറിനെയും ആലോചിച്ചുകൊണ്ട് നടക്കുവാണോ? ഇന്നെന്തായാലും സാറിനെ നിനക്ക് കാണാലോ. പിന്നെന്തിനാ മോളെ നീ നിലാവത്ത് അഴിച്ചുവിട്ട കോഴീനെ പോലെ ഇങ്ങനെ നടക്കുന്നേ? നീ എങ്ങാനും വല്ല വണ്ടിയും പിടിച്ച് തട്ടിപ്പോയാ ഞങ്ങൾ പിന്നെ ആരുടെ കല്യാണം കൂടും? അമ്മു അവളെ ആക്കിക്കൊണ്ട് പറഞ്ഞു. ജാനി അതിനെ തിരിച്ചും പുച്ഛിച്ചു വിട്ടു. ആ പിന്നില്ലേ, ആദിസാറിൻ്റെ അച്ഛനില്ലേ? ഇന്നലെ മുത്തുവിനെ വിളിച്ചായിരുന്നു. എൻഗേജ്മെൻറ്റിൻ്റെയും കല്യാണത്തിൻ്റെയും ഡേറ്റ് നോക്കേണ്ട ദിവസം പറയാൻ. നാളെ പോകാമെന്ന് അച്ഛൻ പറഞ്ഞേ. ജാനി അവരോട് പറഞ്ഞു. നീയും പോകുന്നുണ്ടോ കൂടെ? അമ്മു ചോദിച്ചു. ഏയ്, എന്നെ ഒന്നും കൂട്ടൂല, അവർ മാത്രം പോയിട്ട് വരും. ഹോ, അങ്ങനെ നീ സൂൺ ടു ബി മിസ്സസ് ആദ്രിത് കേശവ് ആകാൻ പോകുവാണല്ലോ. വിച്ചു പറഞ്ഞത് കേട്ടതും ജാനിയിൽ നാണത്തിൽ കലർന്നൊരു പുഞ്ചിരി മൊട്ടിട്ടു. അവൾ പിന്നെയും സ്വപ്നലോകത്തേക്ക് ഊളിയിട്ടു. ഇനി ഇതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അവർ പിന്നെ അവളെ ശല്യപ്പെടുത്താൻ നിന്നില്ല. ക്ലാസ്സിലേക്ക് കടന്നു ചെന്നതും കണ്ടു പുസ്തകത്തിലേക്ക് തലപൂഴ്ത്തിയിരിക്കുന്നവരെ. അവർ മൂന്നും മുഖാമുഖം നോക്കി. ഇതുങ്ങൾ എന്താടി ബുക്കിൽ നോക്കിയിരിക്കുന്നേ? അമ്മു അവളുടെ സംശയം അവരോട് പങ്കുവച്ചു. അവർക്കും അതുതന്നെയായിരുന്നു അറിയേണ്ടത്. മൂന്നും വേഗം സീറ്റിൽ പോയിരുന്നു. ജാനി മുന്നിലിരിക്കുന്ന വൈഗയെ തോണ്ടി വിളിച്ചു. ഡി വൈഗമ്മോ, നിങ്ങളൊക്കെ എന്തുവായി ഇരുന്ന് പഠിക്കുന്നേ? വൈഗ അവളെ തുറച്ചു നോക്കി. എൻ്റെ പൊന്നെ, അപ്പം നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? ആദി സാർ മൺഡേ ടെസ്റ്റ് ഇടൂന്ന് പറഞ്ഞതല്ലേ? വൈഗ പറഞ്ഞത് കേട്ടതും രണ്ടിൻ്റെയും കണ്ണൊന്നു മിഴിഞ്ഞു. അവരുടെ എക്സ്പ്രഷൻ കണ്ടതും അവൾ അവരെ ദയനീയ ഭാവത്തിലൊന്ന് നോക്കി. നിങ്ങളുടെ കാര്യം ഗോപിയാണ് മക്കളെ, ഗോപി. വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. അതും പറഞ്ഞവൾ വീണ്ടും ബുക്കിലേക്ക് വീണു. അപ്പോഴേക്കും ആദി ക്ലാസ്സിലേക്ക് കയറി വന്നു. കുട്ടികളെല്ലാം എഴുന്നേറ്റ് അവനെ വിഷു ചെയ്തു. ആദി എല്ലാവരോടും ഇരിക്കാനായി പറഞ്ഞു. എത്ര നോക്കേണ്ട എന്ന് വിചാരിച്ചിട്ടും അവൻ്റെ കണ്ണുകൾ ജാനിയുടെ നേർക്കൊന്ന് പാളി വീണു. വേഗം തന്നെ അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റിയിട്ട് കയ്യിലിരുന്ന ബുക്സ് ടേബിളിലേക്ക് വെച്ചു. അവൻ സ്റ്റുഡൻസിനെ നോക്കിക്കൊണ്ട് ഡെസ്കിലേക്ക് ചാരി നിന്നു. ക്ലാസ്സിലാകമാനം അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. എല്ലാവരുടെയും മുഖത്തും ഒരു തരം പരിഭ്രമമാണ്. അതെന്തുകൊണ്ടാണെന്നറിയാവുന്നതിനാൽ അവൻ അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല. ജാനിയുടെയും പടകളുടെയും മുഖവും പേപ്പർ പോലെ വിളറി വെളുത്തിട്ടാണിരിക്കുന്നത്. കണ്ടാലേ അറിയാം ഒരു വസ്തു പഠിച്ചിട്ടില്ലെന്ന്. പുറമേ ഗൗരവം നടിച്ചുകൊണ്ടവൻ ഉള്ളിൽ ഊറിച്ചിരിച്ചു. ഞാനിന്ന് എക്സാം ഇടൂന്ന് പറഞ്ഞത് ആരും മറന്നിട്ടില്ലല്ലോ. വേഗം പേപ്പറൊക്കെ എടുത്ത് റെഡിയായിരുന്നു, ഒരു 5 മിനിറ്റിൽ തരും. അതും പറഞ്ഞ് അവൻ ബോർഡിലേക്ക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് എഴുതാൻ തുടങ്ങി. കുട്ടികൾക്കിടയിൽ മുറുമുറുപ്പുയർന്നപ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി. സൈലൻസ്, ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടോക്കിംഗ് ഇൻ മൈ ക്ലാസ്, ഗോട്ട് ഇറ്റ്? ആദിയുടെ ശബ്ദമുയർന്നതും എല്ലാവരും നിശബ്ദമായി. അവൻ വീണ്ടും ക്വസ്റ്റ്യൻസ് എഴുതാൻ തുടങ്ങി. ജാനിയും അമ്മുവും എങ്ങനെയൊക്കെയോ പേപ്പർ ഒപ്പിച്ചു. പക്ഷേ പേപ്പർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, എന്തേലും എഴുതാനും അറിയണ്ടേ? വിച്ചുവിനെ നോക്കിയപ്പോൾ അവരും എവിടുന്നോ പേപ്പർ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇരിപ്പൊക്കെ കണ്ടാൽ എല്ലാം പഠിച്ചിട്ടാ വന്നേന്ന് തോന്നും. ഇനി ഇവൻ നമ്മളറിയാണ്ട് പഠിച്ചോ? ഹേയ്, അങ്ങനെ എന്തായാലും വരില്ല. അത് സംഭവിക്കണേൽ വല്ല കാക്കയും മലർന്നു പറക്കണം. ജാനിയുടെ ചോദ്യത്തിന് അവൾ തന്നെ ഉത്തരവും കണ്ടുപിടിച്ചു. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട് നൗ. ആദി പറഞ്ഞതും എല്ലാവരും എഴുതാൻ തുടങ്ങി. ജാനി ആദി ബോർഡിൽ എഴുതിയ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കി. എങ്ങനെയെങ്കിലും ആൻസർ കണ്ടുപിടിക്കാൻ അവൾ ആഞ്ഞു ശ്രമിച്ചു. എന്നാൽ ആൻസർ തപ്പിപ്പോയ അവൾക്ക് സിനിമാ പാട്ടിൻ്റെ വരികളൊക്കെയാണ് ഓർമ്മ വന്നത്. നാശം, എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിക്കുമ്പോൾ സ്വന്തം ബുദ്ധി പോലും സമ്മതിക്കുന്നില്ലല്ലോ. അവളിരുന്ന് പിറുപിറുത്തു. പിന്നെ എന്തൊക്കെയോ തപ്പിപ്പിടിച്ചെഴുതാൻ തുടങ്ങി. ആദി ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ബെഞ്ചുകളുടെ ഇടയിലൂടെ നടന്നു. അവനെ എല്ലാവർക്കും പേടിയായതുകൊണ്ട് ആരും കോപ്പി അടിക്കാനൊന്നും മുതിർന്നില്ല.
അവൻ നടന്ന് ഏറ്റവും ബാക്കിൽ ജാനി ഇരിക്കുന്ന ബെഞ്ചിന്റെ അടുത്ത് വന്ന് ഭിത്തിയിൽ ചാരി കൈകെട്ടി നിന്നു. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ജാനിയിൽ ആദി അടുത്തു വന്നു നിന്നപ്പോൾ ഒരു വിറയൽ കടന്നുപോയി. ബെഞ്ചിന്റെ അറ്റത്തിരിക്കുന്നത് കൊണ്ട് അവൾക്ക് അവന്റെ സാമീപ്യം അടുത്തറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തോ ജാനിയുടെ കൈകൾ എഴുതാൻ കഴിയാത്ത വിധം നിശ്ചലമായി. അവളുടെ കയ്യിൽ നിന്ന് പേന ഊർന്നു താഴെ വീണു. ജാനി അതെടുക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ ആദി അതെടുത്തിരുന്നു. ഡെസ്കിൽ ഊന്നിയിരിക്കുന്ന അവന്റെ കൈകൾ അത്രയും അടുത്ത് കണ്ടതും അവൾ ശ്വാസമെടുക്കാൻ പോലും ആവാതെ ഇരുന്നു. അവന്റെ പെർഫ്യൂമിന്റെ മണം അവളുടെ നാസികയിലേക്ക് അടിച്ചു കയറി. ആ നിമിഷം, ആ ഒരേ ഒരു നിമിഷം കൊണ്ട് അവൾക്ക് അവന്റെ ഗന്ധം അത്രമേൽ പ്രിയപ്പെട്ട സുഗന്ധമായി മാറിയിരുന്നു. ജാനിയുടെ പെൻ വീഴുന്നത് കണ്ടിട്ടാണ് താൻ അവൾക്കരികിലേക്ക് ചെന്നത്. പെണ്ണെടുത്ത് നിവർന്നപ്പോൾ കണ്ടു ഒരു ശില കണക്കെ ഇരിക്കുന്നവളെ. ശ്വാസം അടക്കി പിടിച്ചാണിരിപ്പ്. ഞാൻ പെൻ നീട്ടിയതൊന്നും ആൾ കണ്ടിട്ടില്ല. ഉള്ളിൽ വിരിഞ്ഞ ചിരിയെ അടക്കി പിടിച്ചുകൊണ്ട് പെൻ വെച്ച് അവളുടെ തലയ്ക്ക് ഒരു മുട്ട് കൊടുത്തു. ആളൊന്ന് ഞെട്ടി. പിന്നെ വേഗം എൻ്റെ കയ്യിൽ നിന്ന് പെൻ വാങ്ങിച്ചു. തല കുനിച്ച് കണ്ണുകൾ മുറുകെ അടച്ചാണിരിക്കുന്നത്. ആദ്യം ഒന്ന് കുനിഞ്ഞ് അവളുടെ ചെവിയോരം എത്തി നിന്നു. അവൻ്റെ ചുടുനിശ്വാസം അവളുടെ ചെവിയിൽ പതിച്ചതും ജാനി കണ്ണുകൾ ഒരു പകപ്പോടെ വെട്ടി തുറന്നു. അവൾ മിഴിഞ്ഞ കണ്ണുകളാൽ അവനെ ഉറ്റുനോക്കി. എല്ലാവരും എക്സാം എഴുതുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നതിനാൽ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. എക്സാം കഴിയാൻ ഇനി 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ, വേഗം എഴുതാൻ നോക്ക്. അതും പറഞ്ഞ് ആദ്യം അവളെ ഒന്ന് കണ്ണു ചിമ്മി കാണിച്ച് മുന്നിലേക്ക് പോയി. ജാനി അപ്പോഴും നടന്നതൊന്നും വിശ്വസിക്കാനാവാതെ അതേ ഇരിപ്പിരുന്നു പോയി. ഓക്കെ, ടൈം ഈസ് ഓവർ, പുട്ട് യുവർ പെൻ ഡൗൺ. ആദിയുടെ ശബ്ദം അവിടെ മുഴങ്ങിയതും സ്റ്റുഡൻസ് എല്ലാം എഴുത്തു മതിയാക്കി പെൻ താഴെ വെച്ചു. ക്ലാസ് ലീഡർ വന്ന് എല്ലാവരുടെയും ആൻസർ ഷീറ്റ് കളക്ട് ചെയ്ത് ആദിയുടെ ഡെസ്കിൽ കൊണ്ടുവച്ചു. 25 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ 12 മാർക്കിൽ താഴെയുള്ളവരെ ഞാൻ പ്രത്യേകം ഒന്ന് കാണും. അതും പറഞ്ഞ് ആദിയുടെ കണ്ണു പോയത് ജാനിയുടെ നേർക്കാണ്. അവൾ കൃത്യമായി കാണുകയും ചെയ്തു. ജാനി അമ്മുവിൻ്റെ കയ്യിലൊന്ന് മുറുകെ പിടിച്ചു. കൈയുടെ മുറുക്കമറിഞ്ഞെന്നോണം അമ്മു അവളെ സംശയഭാവത്തിൽ നോക്കി. അപ്പോഴേക്കും ആദ്യം അടുത്ത പോർഷൻസ് എടുക്കാൻ തുടങ്ങിയിരുന്നു. എടി, എന്താടി സാർ നിന്നോട് ചെവിയിൽ പറഞ്ഞത്? നീ കരണ്ടടിച്ച കാക്കയെ പോലെ ഇരിക്കുന്നത് കണ്ടല്ലോ. എനിക്കാണെങ്കിലൊന്നും കേൾക്കാനും പറ്റിയില്ല. അമ്മു ചോദിച്ചതും വിച്ചു അവളെയൊന്ന് നോക്കി. ചെവിയിലോ? ഇതൊക്കെ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ, വിച്ചു ചോദിച്ചു. ഇല്ലടാ, ഇതൊക്കെ ഫ്ലെക്സും വെച്ച് ഗ്രാമഫോണിലൂടെ നിന്നെ അറിയിക്കാം. അമ്മു അവനെ പുച്ഛിച്ചു. അവൻ അവളെ നോക്കി പല്ല് കടിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? ജാനി ഒച്ചയെടുത്തതും രണ്ടും സൈലൻ്റായി. സാർ എന്നോട് എക്സാം തീരാൻ 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞതാ. എന്തുകൊണ്ടോ അവിടെ നടന്നതും അവൻ്റെ സാമീപ്യം അവളിൽ വരുത്തിയ മാറ്റങ്ങളും അവരോട് പങ്കുവെക്കാൻ അവൾക്ക് തോന്നിയില്ല. ഓ, ഇതാണോ കാര്യം? ഞാൻ വിചാരിച്ചു സാറ് നിന്നോടെന്തോ സ്വകാര്യം പറഞ്ഞതാണെന്ന്. അമ്മു പറഞ്ഞത് കേട്ട് ജാനി ഒന്ന് ചിരിച്ചു. അല്ല മക്കളെ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ മിക്കവാറും അങ്ങേരുടെ ചീത്ത മൊത്തം വാങ്ങിക്കൂട്ടും, ജാനി ചോദിച്ചു. അത് കേട്ട് വിച്ചു അവളെ ഒന്ന് ഇളിച്ചു കാട്ടി. ഞാൻ സത്യം പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ എന്നറിയില്ല. അതിൽ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്കറിയാമായിരുന്നു. വിച്ചു പറഞ്ഞതും അമ്മുവും ജാനിയും കൂടി അവനെ തുറിച്ചു നോക്കി. എടാ ദുഷ്ട, നീ ഞങ്ങളെ ചതിച്ചല്ലേ? നീ പഠിച്ചിട്ടല്ലേ വന്നത്? അവരവൻ്റെ പുറത്തിനിട്ടോരോന്ന് കൊടുത്തുകൊണ്ട് ചോദിച്ചു. അയ്യോ ഡി കുരുപ്പുകളെ തല്ലല്ലേ, ഞാൻ പഠിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഏതോ ഒരു ക്ലാസ്സിന് ശ്രദ്ധിച്ചു പോയി. അങ്ങനെ എങ്ങനെയോ തലയിൽ കയറിയതാ. അല്ലാണ്ട് ഞാൻ പഠിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അവൻ കള്ളക്കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. അമ്മുവേ, നമ്മുടെ കാര്യം കട്ടപ്പോകയാ മോളെ. നാളെ ചെവിയിൽ 2 പഞ്ഞിയും വെച്ചോണ്ട് വരാം, ജാനി പറഞ്ഞു. ജാനി അവളുടെ റൂമിലെ കട്ടിലിൽ കിടക്കുകയാണ്. അവളുടെ ചിന്തകൾ മുഴുവനും ഇന്ന് ക്ലാസ്സിൽ വെച്ച് നടന്ന സംഭവത്തെ ചുറ്റിപ്പറ്റിയാണ്. എപ്പോഴും ഗൗരവത്തോടുകൂടെ കാണാറുള്ള ആദിയുടെ അത്തരം പെരുമാറ്റം അവളെ കുഴക്കിയിരുന്നു. ഇതുവരെ മറ്റൊരു തരത്തിലും അവൾ സാറിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ. കല്യാണത്തിന് സമ്മതം നൽകിയതിനു ശേഷം അവളിൽ പല മാറ്റങ്ങളും ഉരുവെടുത്തിരുന്നു. സാറിനെ കാണുമ്പോൾ തൻ്റെ ഉള്ളിലുണ്ടാകുന്ന വിറയൽ, അവൻ്റെ സാമീപ്യം കൂടുതൽ ആഗ്രഹിക്കുന്നത് പോലെ. അതുമാത്രമല്ല, ആദിയുടെ അച്ഛനെയും അമ്മയെയും ജാനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവരുടെ ലാളനങ്ങളും തലോടലുകളും ഏറ്റുവാങ്ങാൻ അവളുടെ കുഞ്ഞുമനം വെമ്പൽ കൊണ്ടു. എന്തോ
അവരെ കാണുമ്പോൾ അവളുടെ അച്ഛനെയും അമ്മയെയുമാണ് ഓർമ്മ വരുന്നത്. ഹോ, ഞാൻ എന്തൊക്കെ ആലോചിച്ചു കൂട്ടുന്നേ. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നത്തിലേക്ക് കടന്നു വരൂ ജാനി, കടന്നു വരൂ. ഇന്നിട്ട് എക്സാമിൽ 8 നിലയിൽ പൊട്ടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. 12 മാർക്കിൽ കുറവ് വാങ്ങിയാൽ അങ്ങേര് മിക്കവാറും എന്നെ പറപ്പിക്കും. ദൈവമേ, എനിക്കൊരു കൂട്ടിന് അമ്മുവും വെച്ചും ഉണ്ടാവണേ, ജാനി മനസ്സിൽ പ്രാർത്ഥിച്ചു. അപ്പോഴാണ് മുത്തശ്ശി അവളുടെ റൂമിലേക്ക് വന്നത്. മുത്തശ്ശിയെ കണ്ടതും ജാനി വേഗം എഴുന്നേറ്റിരുന്നു. എന്താ മുത്തശ്ശി? മുത്തശ്ശി അടുത്തു വന്നിരുന്നതും ജാനി ചോദിച്ചു. ഒന്നുമില്ല മോളെ, നാളെ ജോത്സനെ കാണാൻ പോകുന്ന കാര്യം പറയാൻ വന്നതാ. നാളെയാ പോകാൻ തീരുമാനിച്ചേ. പിന്നെ അവരുടെ വീട്ടിലും കയറിയിട്ടേ ഞാൻ വരികയുള്ളൂ. ഒരു ചടങ്ങ് പോലെ നടത്തേണ്ട കാര്യമാണ് ചെക്കൻ്റെ വീട് കാണുന്നത്. നമുക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ലല്ലോ. പിന്നെ ഉള്ളവർ ഇതുവരെ ഒരു ആവശ്യത്തിന് ഈ പടി കടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ കേട്ടായിരുന്നു മുത്തു രാവിലെ ഫോണിൽ സംസാരിക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത ബന്ധമൊന്നും നമുക്കിനിയും വേണ്ട. ജാനി പറഞ്ഞതും മുത്തശ്ശി അവളെ നോക്കി ചിരിച്ചു.